നമ്മുടെ IFCയുടെ ഇൻട്രോവേർട്ട് ഫിലിമി ക്രൂവിൻ്റെ ആരാധകരല്ല വ്യൂവേഴ്സിന് എല്ലാവരും ഈ ചാനൽ കാണുന്ന കുറച്ച് പേർക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ മലയാളത്തിൻ്റെ മെയിൻ റിലീസായിട്ടുള്ള സിനിമയായിരുന്നു സർവം മായ. നമ്മളന്ന് വിൻപോളി അഭിനയിക്കുന്ന അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. പാച്ചു അത്ഭുത വിളക്കം എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ്റെ രണ്ടാമത്തെ സിനിമയാണ് സർവം മായ. അപ്പോൾ സിനിമ ഞങ്ങൾ FTFS കണ്ടു. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പടം വർക്കായി. ഞാൻ സ്റ്റാർട്ട് ടു എൻഡ് പടം കണ്ട് ആസ്വദിച്ചു. ഒരു നല്ല രസമുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം പടത്തിൻ്റെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ഹ്യൂമറാണ്, ഒട്ടും ലൗഡല്ല. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊരു രസമാണ്. നമ്മൾ ഈ ഹൃദയപൂർവ്വം കണ്ടപ്പോൾ അതിനകത്തുള്ള ചെറിയ ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് വല്ലാണ്ട് ഓർമ്മിപ്പിക്കും. അതെ, അങ്ങനത്തെ ഒരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സാധനമാണ്. ശരിക്കും നമ്മൾ ആ പഴയ സത്യാനന്ദിക്കാട് സിനിമകളുടെ അവരുടെ ആ ഒരു ഇവർ ചെയ്യുന്ന എല്ലാ പടത്തിനും ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിലുള്ള ഒരു സിനിമയാണ്. നല്ല രസമാണ്, കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ട് ചിരിക്കാൻ. ഭയങ്കര അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്, അങ്ങനെ ഒരു പടമാണ്. അപ്പം പടം കാണാത്തവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എസ്പെഷ്യലി ഈ ടൈമിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്. എല്ലാവർക്കും കാണാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പടമാണ്, രസമുള്ളൊരു പടമാണ്. ഈ പറയുന്ന പോലെ മറ്റേ ഷവർമ്മ കഴിക്കാൻ തോന്നുമ്പം അത് പ്രധാനമായി വിൽക്കുന്ന അൽത്താസെ പോകുന്നു, ഷവർമ്മ കഴിക്കുന്നത് തിരിച്ചു വരുന്നു. അതല്ലാതെ ഞാൻ ഇതല്ലോ പ്രതീക്ഷിച്ചത്, ഊണാണല്ലോ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്ന അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടല്ലോ. അൽത്താസയുടെ പ്രൊമോഷനാണ് അല്ല, എൻ്റെ വായിൽ പെട്ടെന്ന് അൽത്താസ അങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടും, താഴെ ഫോൺ നമ്പർ വെക്കുന്നതായിരിക്കും. അൽത്താസയിൽ നിന്ന് പ്രൊമോഷൻ സ്വീകരിക്കും അതെ, എവിടെ നിന്ന് സ്വീകരിക്കുന്ന. അല്ല, ഞാൻ പറയുന്നത് മറ്റേ ഈ ഹൃദയപൂർവ്വം നമ്മൾ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവ്, പക്ഷേ OTT വന്നതിന് ശേഷം ഇതിലെന്താ ഇരിക്കുന്നത് എന്നൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പറയാം. ഈ സിനിമ ഒരു വലിയ കൂട്ടം ആൾക്കാരോട് ഇരുന്ന് നമുക്ക് നല്ല ചിരി കുറേ കിട്ടും. ഇങ്ങനെ ചിരി ഇങ്ങനെ വരും, എല്ലായിടത്തുനിന്നും വരും. അത് ഭയങ്കര മാത്രമല്ല, ഈ ഞാൻ ഇതിൻ്റെ പ്രൊമോഷണൽ മെറ്റീരിയൽ ഒന്നും കണ്ടില്ല. അല്ല, ഈ സിനിമയ്ക്ക് പ്രൊമോഷണൽ മെറ്റീരിയലായിട്ട് ടീസർ എന്ന് തോന്നുന്നു, ഒരു പഴയ ടീസർ. അത് ഞാൻ കണ്ടില്ല എന്ന് തോന്നുന്നു. അല്ല, അതിനകത്തൊന്നുമില്ല. അതിനകത്ത് ഈ പടത്തിനെ പറ്റി പ്രത്യേകം നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഈ ലാസ്റ്റ് പാട്ട് രണ്ട് വീഡിയോസ് ഇറങ്ങിയിരുന്നു. പിന്നെ BTS ഇറങ്ങിയത്, അത് ഭയങ്കര ഗുണമാണ്. അത് ഞാൻ പടത്തിൽ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അത് വല്ലാത്തൊരു സർപ്രൈസ് ആയി തോന്നി. അതിൻ്റെ ഹാൻഡ്ലിംഗ് ഇല്ലേ, അതും എനിക്ക് കുറച്ച് സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഇത് രസമുള്ളൊരു, അതായത് ഇവരുടെ ക്യൂവിൻ്റെ ഇൻ്റർവ്യൂവിൽ അഖിൽ സത്യം പറയുന്നുണ്ടായിരുന്നു, ഇതിന് ട്രെയിലർ ഇറക്കുന്നില്ല. കാര്യം ഈ സിനിമയിലെ വളരെ ചെറിയൊരു എലമെൻ്റ് ആണ്. അപ്പം നമ്മളത് ട്രെയിലറിലൂടെ ഒരുപാട് നമ്മളത് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണുമ്പോൾ അവർക്ക് അത്ര ഇത് തോന്നില്ല. അതുകൊണ്ട് തിയേറ്ററിൽ വന്നാൽ എല്ലാവരും കാണട്ടെ എന്നുള്ള. ഈ ഹൃദയപൂർവ്വത്തിനകത്താണേലും ഒരു എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റ് നമുക്ക് അങ്ങനെ ഭയങ്കര പുതുമയുള്ള എലമെൻ്റ് അല്ല, നമ്മൾ കണ്ടിട്ടുള്ള എലമെൻറ്റ്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ പോവോ അങ്ങനെ പോകുന്നൊരു ചെറിയ പേടിയുണ്ട്. പക്ഷെ അതങ്ങനെയൊന്നും പോവാതെ ഒരു രസകരമായ രീതി വളരെ രസകരമായിട്ട് അവസാനിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് വേറെ കുറച്ച് അത് മറ്റേ ഇതിനകത്ത് നമുക്ക് ഈ മറ്റേ സ്പോയിലർ കഴിഞ്ഞിട്ട് പറയാം, ഡിസ്കഷനിൽ പറയാം. അത് വേറെ കുറച്ച് പടങ്ങളെ എന്നെ ഓർമ്മിപ്പിച്ചു. പക്ഷെ അവിടെ ഒന്നും പോവാത്ത രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്തത്. ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൂടെ ആളോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതിങ്ങനെ സഞ്ചരിക്കാൻ ചാൻസ് ഉണ്ട്, ഇങ്ങോട്ടായിരിക്കും പടം പോകണത്, അങ്ങനെയാണെങ്കിൽ കുറച്ച് ബോറായിരിക്കുമല്ലോ എന്നൊക്കെ മനസ്സ് ചിന്ത വന്നിരുന്നു. പക്ഷെ അതിങ്ങനെ ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു ഡയലോഗ് വീഴും, ആ വീണപ്പം ഇതാണ് ക്ലൈമാക്സ് എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അങ്ങനെ തന്നെ വന്ന് അവസാനിച്ചു. നമ്മൾ ഇനി നമ്മുടെ സ്പോയിലർ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പടം കാണാത്തവർ പടം കണ്ടിട്ട് വന്ന് ബാക്കി വീഡിയോ കാണുക. ഈ നമ്മുടെ ഹൃദയപൂർവ്വം പോലെ എന്ന് പറഞ്ഞോല്ല, ഈ ഹൃദയപൂർവ്വത്തിന് ഉണ്ടെന്ന് തോന്നിച്ച കുറച്ച് പ്രശ്നങ്ങളെന്നല്ല, ഈ ഇങ്ങനെയുള്ള പടങ്ങൾ ഇങ്ങനെ ഫുൾ ഫ്ലോ വീഴാത്ത പോലെയും പിന്നെ മറ്റേ അച്ഛൻ്റെ അത്ര പോളിഷ് ഡയറക്ഷനിൽ പലയിടങ്ങളിലും, പിന്നെ ചില കാസ്റ്റിംഗ് മറ്റേ ആ ബോംബെയിലെ ഡയറക്ടർ ബോംബെയിലെ മ്യൂസിക് ഡയറക്ടർ അതൊക്കെ കുറച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ പുള്ളിയൊക്കെ വന്നിട്ട് ഭയങ്കര ക്ലിഷേ സീനാണല്ലോ, അത് ഭയങ്കര ഫ്ലാറ്റ് സീനുകളായിട്ട് തോന്നി. അത് ഈ പ്രത്യേകിച്ച് ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സീനുകളും നമ്മളവിടെയൊക്കെ കുറച്ചൊരു എന്താ പറയുക, ഒരു മോഡേൺ ലിഫ്റ്റൊക്കെ ഇല്ല ആ മ്യൂസിക്കൊക്കെ വരുമ്പോഴേ അവൾ എന്തെങ്കിലും ഒരു എനർജി. പിന്നെ ലാസ്റ്റ് അങ്ങനെ കുറച്ചധികം സീനുകളിലൊരു എനർജി കുറവ് എനിക്ക് തോന്നിച്ചു. പുള്ളിയുടെ ഏരിയ അല്ല അത് എന്ന രീതിക്ക് ഈ സീൻ സ്ക്രിപ്റ്റിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചു എന്നൊരു ഫീൽ എനിക്ക് തോന്നിയായിരുന്നു. അവിടെയൊക്കെ കുറച്ചുകൂടി ഒരു ഭംഗി ആവാം എന്ന് തോന്നിയായിരുന്നു. മറ്റേ കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും മറ്റേ സ്റ്റുഡിയോയിലെ സീനുകൾ, അതുപോലെ തന്നെ മറ്റേ ലാസ്റ്റ് ആ എൻഡിങ് സംഭവമില്ല, അത് ഭയങ്കര ഫ്ലാറ്റായി പോയി. എൻഡിങ് സ്റ്റേജിൽ ആ സംഭവം അതൊരു ലിഫ്റ്റും ഇല്ലാത്തൊരു
സംഭവമായിട്ട് തോന്നി. അതിപ്പോൾ എന്താ പറയുക, യൂഷ്വലി ക്യാരക്ടർ പിന്നെ ഇവിടെ ഇപ്പം എന്ത് ചെയ്യുന്നു ഒന്ന് കാണിച്ച് നിർത്തുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു. കാണിച്ച് നിർത്തുക, പക്ഷെ അതെന്തോ അതാണ് അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു ഇപ്പം പുള്ളി ഇപ്പം മ്യൂസിഷ്യനായി അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേജ് ഷോ പരിപാടിയും വായിക്കുന്നു എന്നുള്ള സംഭവത്തിൽ അത്രേ ഉള്ളൂ. അല്ല, അത് തന്നെ. ഇപ്പം നമ്മളിപ്പം പുള്ളി സ്റ്റേജിൽ നിന്ന് ക്യാമറ നമുക്ക് ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതല്ലാതെ ഒരു ഡയറക്ടോറിയൽ ഒരു ഫ്ലെയർ അതിനകത്തില്ല. പക്ഷെ അതിന് പകരം ഇപ്പം മറ്റ് സീനുകൾ, ഇപ്പം നിവിൻ പോളിയെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാലത്തിന് ശേഷം രസകരമായൊരു നിവിൻ പോളിയെ, അതായത് നിവിൻ പോളിയുടെ കംഫർട്ട് സോണാണ്. ഈ സോണിൽ പുള്ളി അടിക്കാൻ ആളില്ല എന്ന് പറയുന്ന പോലെ പുള്ളി ആ സോണിൽ പുള്ളിയുടെ ലൈനിൽ അത് ഭയങ്കര രസകരമായൊരു നിവിൻ പോളി നമുക്ക് കിട്ടും ഇതിനകത്ത്. അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് കുറച്ച് കാലത്തിന് ശേഷം നിവിൻ പോളി അജു വർഗീസ് കോംബോയ് ഒരു രസകരമായ ഒരു കോംബോയ്. ഇവരൊട്ടും ലൗഡല്ല, ഇങ്ങനെ ഭയങ്കര ബഹളമില്ല, ഇങ്ങനെ ഭയങ്കര പലയിടത്തും അതിനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഈ പടത്തിന് ഇങ്ങനെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ് അതിനകത്ത് ഇവരുടെ പരിപാടി നടക്കുന്നത്. ചില ഏരിയയിൽ കുറച്ചുകൂടെ ഫൺ ആവാമായിരുന്നു തോന്നുന്ന കുറച്ച് സിറ്റുവേഷൻ തന്നെ, പ്രത്യേകിച്ച് ഈ മെയിൻ പ്ലോട്ട്, ഇത് സ്പോയിലർ അല്ലേ, അത് മെയിൻ പ്ലോട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഒരു ഗോസ്റ്റ് എലമെന്റിനെ ഹാൻഡിൽ ചെയ്തേക്കുന്നത് എന്നുള്ളത് ഭയങ്കര, അതായിരുന്നു ഈ പടത്തിന്റെ മെയിൻ രസകരമായ എലമെന്റ്. പിന്നെ അതിനിങ്ങനെ മേമ്പൊടിയെന്നുള്ള രീതിയിൽ പുള്ളി ഒരു എയ്ത്തീസ്റ്റ് ആണ്, ഒരു നാടൻ, അതായത് ഒരു എന്താ പറയുക ഭയങ്കര സീരിയസ് എയ്ത്തീസ്റ്റ് അല്ലേ, ഇതിനു വേണ്ടി പ്രസംഗിക്കുക ആ ലൈനല്ല, അതായത് മറ്റേ സോഷ്യൽ മീഡിയ എത്തിസ്റ്റ്. അതെ, ജീവിത സാഹചര്യം കാരണം എനിക്ക് ദൈവത്തിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഈ അത്ര സീരിയസ് ആയിട്ട് എത്തിസ്റ്റ് നമ്മുടെ നാട്ടിലൊരു മെജോറിറ്റി എത്തിസ്റ്റ് ഇതാ. അതായത് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഇതാണ് എനിക്ക് ഇപ്പൊ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ല, ദൈവത്തിൽ വിശ്വാസം ഞാൻ എത്തിസ്റ്റ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഇതാളാണ്. അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കാഷ്വൽ എയ്ത്തീസ്റ്റ്. അപ്പൊ അതൊരു പുതുമയുള്ള സംഭവം. എയ്ത്തീസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ വന്ന് പ്രസംഗിക്കുക, അടുത്ത ആരെങ്കിലും കിട്ടിയ എന്തിനാണ് ദൈവം എന്ന് ചോദിച്ചു, ആ ലൈനല്ല, ഇതിങ്ങനെ ഒരു കാഷ്വൽ എയ്ത്തീസ്റ്റ്, എന്നെ വെറുതെ വിട്ടേരെ ലൈൻ. അപ്പം അത് രസമുണ്ടായിരുന്നു. അതിപ്പോൾ ഈ സംഭവത്തിനുണ്ട്, ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളുടെ കൂടെ കൂടുന്ന ഒരു പ്രേതം എന്നുള്ള ലൈനില്ല. അപ്പോൾ അതിനകത്തുണ്ടാക്കാവുന്ന വളരെ ലളിതമായ ഹ്യൂമർ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. അപ്പോൾ അതാണ് പടത്തിൻ്റെ ഹൈലൈറ്റും. അതായത് എനിക്ക് പേഴ്സണലി ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള സംഭവം ഈ പ്രേതമായി അഭിനയിച്ചിരിക്കുന്നത് റിയ ഷിബു ആണ്. പുള്ളിക്കാരിയുടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫിലിം ആണെന്നാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ, കാരണം കപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നതിന് മുമ്പ്, അപ്പോൾ അത് സെക്കൻഡ് പടം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ. അപ്പോൾ ഈ പടത്തിൽ ഈ പ്രേതമായി വരുന്ന റിയ ഷിബു നിവിൻ പോളിയുടെ കോമ്പിനേഷൻ സീനുകൾ ആണ് ഈ സിനിമയിൽ എനിക്ക് കുറച്ചധികം രസമായിട്ട് തോന്നി. കാരണം അത് നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്തു. കാരണം ഞാൻ ഇപ്പോൾ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ റീലും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. ഓൾസോ പ്രൊഡ്യൂസറാണ്. അതായത് ഷിബു തമീൻസിൻ്റെ മകളാണ്, ഋതു ഹാരുൻ്റെ സഹോദരി. അപ്പം ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനി മുറയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറാണ് പുള്ളിക്കാരി. അപ്പം പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിക്കാരിയാണ്. സോ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് എനിക്ക് ഈ പടത്തിൽ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം പുള്ളിക്കാരിയും നിവിൻ പോളി നമ്മുടെ കോമ്പിനേഷൻ സീനുകൾ കുറേ അധികം രസമുണ്ട്, കുറച്ചധികം ഹ്യൂമർ പലയിടത്തും ഉണ്ടായിരുന്നു. അത് നല്ല രസകരമായി കൂടെ കുറച്ചധികം ഓർമ്മ വന്നായിരുന്നു. കൂടെ ഇതേപോലെ വേറൊരു ലൈൻ ഓഫ് ഹാൻഡ്ലിംഗ് ആണ്, പെങ്ങളുടെ ആത്മാവിനെ കാണാൻ പറ്റുന്ന ആംഗിളാന്നുള്ള ലൈനാണ്. അതെ, അത് പക്ഷെ അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത് വേറൊരു നമുക്ക് ഈ പ്രേതം ലൈനിലേക്ക്, പക്ഷേ പ്രേതത്തിന്റെ എല്ലാ എലമെന്റ്സ് എടുത്ത് വെച്ച് അത് വെച്ച് കുറച്ച് രസകരമായ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഈ ബോഡി സ്വാപ്പ് അല്ലല്ലോ, ഒരാളുടെ ശരീരത്തിലേക്ക് ഈ ആത്മാവിന് കയറാൻ പറ്റുന്ന ആ എലമെന്റ്സിന്റെ ഒരു രസകരമായ വേർഷൻ ഇതിനകത്തുണ്ട്. അപ്പം അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്കും ഒരാൾ യെസ് പറഞ്ഞെന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മറ്റേ ബ്രെയിൻ ഡെഡ് ആയിട്ട് ഒരാളുടെ യെസ് ചോദിക്കുമല്ലോ, ആ സംഭവത്തിലേക്കാണ് ഇത് പോകുന്നതെന്ന് മനസ്സിലായി. പക്ഷെ അത് എത്താൻ കുറച്ച് സമയം എടുത്തു. അത് ആ പ്ലോട്ട് പോയിന്റ്സിലേക്ക് എത്തുന്നു. മറ്റേ ഇവരുടെ പടങ്ങളിൽ ഒരു ലാസ്റ്റ് ഒരു ഇമോഷണൽ മൊമെന്റ്, പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന അവസാനം അത്ര നേരം സിനിമയിലെ ഹ്യൂമർ ആയിട്ട് പോയിട്ട് അവസാനത്തെ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു പെട്ടെന്നൊരു, അതെ, അത് അത്ര സ്മൂത്ത് ആയിട്ട് കൊണ്ടല്ല ലാൻഡ് ചെയ്യുന്നത്, പക്ഷെ ലാൻഡ് ആവുന്നുണ്ട് ഒരു പരിധി വരെ. എനിക്കത് കുറച്ചധികം ടോക്കിംഗ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്ക് അത് അത്ര സ്മൂത്ത് അല്ല. ചിലപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും കുറച്ച് പേർക്കെങ്കിലും ഒരു ഇച്ചിരി അത്ര സ്മൂത്ത് ആയിട്ടല്ല പടം പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അതുവരെ പ്രത്യേകിച്ച്, പക്ഷെ അതും ഭയങ്കര വളരെ കുറച്ച് നേരം. അതെ, അതുകൊണ്ടാണ് അത് പടം ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ, പക്ഷെ എനിക്ക് ഏതൊക്കെ മൊമെന്റ്സിൽ കുറച്ച് ഇമോഷണലായി. എന്തിലാന്ന് ഞാൻ ഓർക്കുന്നില്ല, കുറച്ച് രസമുള്ള സംഭവം ഉണ്ട്, വളരെ എന്താ പറയുക റിയൽ ആയിട്ട് തോന്നി. ആ കാറിലെ ടോക്കെ അവൻ അങ്ങോട്ട് പറയും, ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മൾ അങ്ങനെയൊന്നും അല്ലാതെ ഇപ്പം അവൻ ഇങ്ങോട്ട് പറയുമ്പോൾ അതിൻ്റെ തന്നെ കറക്റ്റ് റെസ്പോൺസ് തിരിച്ചു വരുന്ന പോലെയൊക്കെ ഉള്ള റൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. ക്രിസ്മസിന് അത്ര ലൗഡ് അല്ലാത്ത വളരെ സ്മൂത്തായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, നിങ്ങളവിടെ ചെന്ന് ചുമ്മാ ഇരുന്ന് കൊടുത്താൽ രസകരമായ കുറച്ചധികം സംഭവങ്ങളുള്ള ഒരു പടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ചധികം ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലാതെ
ചെന്ന് അവസാനിച്ചു. എനിക്ക് ഹൃദയപൂർവ്വം ഏകദേശം ഇതുപോലെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ പിന്നെ അങ്ങോട്ടൊന്നുമില്ല, ഇത് നമ്മൾ അവസാനിച്ചാൽ മതി, പിന്നെ അങ്ങോട്ട് ഇനിയൊരു പ്ലോട്ട് പോയിന്റ് വരാനില്ല, അങ്ങനത്തെ ഒരു ലൈൻ ഓഫ് സിനിമയാണ്. അതെ, ഈ സിനിമ ഇങ്ങനെ നമുക്ക് തുടങ്ങാം, ആദ്യത്തെ ആ ഒരു മെയിൻ പോയിന്റ് എത്തിക്കാൻ നമുക്ക് അറിയാം ഇനി ഇങ്ങോട്ട് പടം വലിയ വലിയ ഇവൻറ്റുകളൊന്നും സംഭവിക്കുന്നില്ല. പടത്തിൽ വളരെ ലൈറ്ററായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനകത്ത് ഇരിക്കുന്ന ഒരു രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കാം. പിന്നെ മറ്റേ ആക്സിഡൻറ്റ് കട്ട് ചെയ്യാൻ കുറച്ച് ഞെട്ടിയായിരുന്നു. ഒരു അതെ ആക്ച്വലി ക്യാരക്ടറിൻ്റെ ആക്സിഡൻ്റ് ആകുന്ന ആ ഇൻസിഡൻറ്റ് അത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ അതിൻ്റെ ലൊക്കേഷൻ എനിക്ക് കൃത്യമായിട്ട് പിടിയിട്ടില്ല. റോഡുള്ളതായിട്ട് റോഡല്ല, ഇവരിങ്ങനെ ഒരു സൈഡിലേക്ക് വണ്ടി കയറി നിർത്തി. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ സ്ഥിരം സിനിമയുടെ സംഭവമുള്ളൂ, കുറേ നേരം കാറിനകത്ത് സംസാരിച്ചാൽ ഒന്നിൽ കാർ ആക്സിഡൻ്റ് ആവും. ഞാൻ ആക്ച്വലി ഇവരെല്ലാം മരിക്കുക എന്നുള്ള ഇതിൽ നിൽക്കുക. അതെ ഞാൻ വിചാരിച്ചു അങ്ങനെ മൊത്തം ഇതാവുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇവള് പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നുള്ള സംഭവം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇതായിരിക്കും. കാരണം ഈ ഇവർക്ക് ആ തോട്ട് വരുന്ന മൊമെന്റ് ഐഡിയയില് ബ്രെയിൻ ഡെഡ് പോയിട്ട് ആളെ തിരിച്ചിട്ടില്ല. ബ്രെയിൻ ഡെഡ് ഇല്ല, അവൻ മുഖത്തേക്ക് 2-3 പാട്ട് മാത്രം. ശരിക്കും ആ ഇടിയിൽ വരെ തകർന്നു പോവാണ്. അങ്ങനത്തെ ഇടിയല്ല, തിയേറ്ററിൽ അത് നല്ല ഇമ്പാക്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് ഷോക്ക് കിട്ടും നമുക്കത്. അത് കൊള്ളായിരുന്നു സംഭവം. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഈ റൈറ്റിങ്ങിന്റെ കുറച്ച് അത്ര ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇല്ലേ, അതൊക്കെ എല്ലാം തളർന്ന് അതത്ര എന്തോ വർക്കായില്ല എനിക്ക് ആ ഏരിയ ഒന്നും. വിനീതാണേലും തളർന്നതിന് മോള് അങ്ങനെ പറയരുത്, അങ്ങനെ ഇപ്പം ബാക്കിൽ അമ്മ ക്യാരക്ടറും ഭയങ്കര അവിടെ കുറച്ച് വലിഞ്ഞായിരുന്നു എനിക്ക് പടം. എനിക്കങ്ങനെ ഇല്ല, കാരണം എനിക്ക് അടുത്തടുത്ത പരിപാടിയിലേക്ക് പോവല്ലേ ഇപ്പം ഞാൻ. പക്ഷേ ഈ ചിലപ്പോൾ സെക്കൻഡ് വ്യൂവിങ്ങിൽ ഞാൻ ഈ പറഞ്ഞ ചിലപ്പം തോന്നാം ഇപ്പം കഥ അറിയാവുന്നതുകൊണ്ട്. അവിടെ നമ്മളിങ്ങനെ കഥ അറിയാമല്ലോ, അത് നമ്മളിങ്ങനെ ഞാനിങ്ങനെ എനിക്ക് വലിയുന്ന എപ്പോഴാണ് പടം വലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പടമല്ല, ഇവരുടെ ഡയലോഗ്, മറ്റേ ഡയലോഗ് ഡെലിവറിയെ ഇങ്ങനെ വലിഞ്ഞ് അതായത് ഇവര് അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് പടം ലാഗ് എന്നുള്ള ലൈനിലേക്ക് എടുക്കും. അല്ലല്ല, ഞാൻ പറയുന്നത് ഇവര് സീനിൽ ഒരു ചെറിയ വലിയ അത്ര അല്ലെ, അച്ഛൻ അമ്മ മകൾ ഈ സീനൊക്കെ ഭയങ്കര ടൈറ്റ്. അതായത് വിനീതിന്റെ ഫേസ് ആണെങ്കിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് ക്യാമറ, പിന്നെ അമ്മയുടെ അങ്ങനെ. അപ്പം ഇവരെ 3 പേരെ എന്തോ 2 ദിവസത്തേക്ക് കിട്ടി. അപ്പോൾ അപ്പുറത്തെ മേശപ്പുറത്തിരുന്ന് ആ സീനും എടുത്തു, ഇപ്പുറത്തെ കാരണത്തിരുന്ന് ഫുൾ ടൈറ്റ്. ഇവരുടെ 2 സീക്വൻസ് അല്ലേ ഉള്ളൂ. അതെ, അപ്പം അത് ഇവര് അത്രയും ടൈറ്റ് വെച്ചിട്ട് മൂന്നാമത് ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വിനീതിനെ കാണിക്കുന്നില്ല. അതെ അപ്പോൾ എന്തോ അവിടെ എന്തോ ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടാവും. കാരണം ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഇന്റർവ്യൂവിൽ ഈ അഗസ്ത്യൻ മറ്റേ നിവിൻ പോളി വിളിക്കുന്നത് തന്നെ നമുക്കൊരു കുറച്ച് ദിവസത്തേക്ക് ഒരു ഫണ്ണായിട്ടൊരു ഒരു ട്രിപ്പ് വന്ന പോലത്തെ ഒരു വൈബിൽ നിങ്ങൾ വാ, നമുക്കൊരു പടം ചെയ്തിട്ട് പോകാം എന്നുള്ള ലൈനിലാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്ന ഒരു വൈബ് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇങ്ങനൊരു പടം ചെയ്യുന്നതിൻ്റെ മറ്റേ ഭയങ്കര ഇതായിട്ട് ഇവർ പറയുന്നുണ്ട്. പുള്ളി ഭയങ്കര പെട്ടെന്ന്, അതായത് ഒരു ഇന്ന ദിവസം പറഞ്ഞാൽ ദിവസത്തിനുള്ളിൽ പരിപാടി തീർത്ത് വിടുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരുപാട് ടേക്ക് പോവുക അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണെന്ന് പറയുന്നത്. പൊളി അല്ല ഈ അഖിൽസത്യ, അതായത് ഭയങ്കര ഒരു ടൈമിംഗ് പറഞ്ഞാൽ ആ ടൈമിങ്ങിനകത്ത് പരിപാടി തീർത്ത് വിടും എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ വിനീതിൻ്റെ ക്യാരക്ടറിൻ്റെ സീൻ ഒരുപക്ഷെ പടത്തിൽ ഉള്ള സീനുകളിൽ അഭിനയിക്കാൻ ഈ പുള്ളിയുടെ 2 ദിവസത്തെ ഡേറ്റേ ഉണ്ടാകത്തുള്ളായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഷോർട്ട് വൈസ് അതിന് ഭയങ്കര എനിക്ക് തോന്നി അറിയാതെ പോലെ ഒരു കമ്പാരിസൺ തോന്നി. ഇപ്പം ഈ സാധനം സത്യനിധിക്കാട് സിനിമയാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ട് തോന്നും. ആ സീന് ഒരു ഇച്ചിരി കൂടെ എന്തോ ഒരു റീവർക്ക് ഉണ്ടാവേണ്ട സീനാണ്. കാരണം എനിക്ക് ഈ നിവിൻ പോളി ആ ഒരു സെക്ഷനിൽ അത് കുറച്ചധികം രസവും പിന്നെ ബാക്കിയുള്ള ഏരിയാസൊക്കെ അത്ര. അതെ, അപ്പോൾ ഞാൻ ആ സീൻ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവരിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഹൃദയപൂർവ്വത്തിലും നമ്മൾ ഇത് തന്നെ പറഞ്ഞു, അവര് ഒരു കോംബോ വർക്കായിട്ട് അവരിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ അതെ ബാക്കിയുള്ള ക്യാരക്ടറൊക്കെ സൈഡ് കൂടെ പൊക്കോട്ടെ, നോ പ്രോബ്ലം, നമ്മളെ അവർ ദ്രോഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും ഈ ഇവരുടെ യേശുവിൻ്റെയും നിവിൻപോളിയുടെ ക്യാരക്ടറിലേക്ക് കട്ട് ചെയ്യാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാര്യം അത് കുറച്ച് രസമായിരുന്നു എനിക്ക്. അപ്പോൾ അതിനിടയ്ക്ക് അജു വർഗീസ് വരുമ്പോൾ അതിനകത്ത് പിന്നെയും ഫണ്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ കുറേ രസകരമായ കുറേ മൊമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ വളരെ മിനിസ്ക്യൂളായിട്ട് നായിക ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലാണ് ക്യാരക്ടർ വരുന്നത് അല്ലേ? സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് മറ്റേ മുംബൈ പോകുമ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. പേരെന്തായിരുന്നു? പ്രീതി മൂന്തൻ. ചെറിയ റോളാണ് പ്രീതി മൂന്തൻ. വളരെ കുഞ്ഞാ പാട്ടും പിന്നെ ഒരു 4-5 സീനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രീതി മൂന്തൻ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിഫ്റ്റ് ഇവർക്കിടയിൽ ഒരു ഇത് ഉണ്ടാകാൻ വേണ്ടി. അത് ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ലൈനിലേക്ക് പോവോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇത് തന്നെ നമ്മൾ ഹൃദയപൂർവ്വത്തിലും ഇതുപോലൊരു ആ ലൈനിലേക്ക് പോകുമോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ലൈനിലാണ് ഇവർ കൊണ്ട് എൻഡ് ചെയ്യുന്നത്. അത് തന്നെ അതേ ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ ഇവരൊരു പയ്യന്മാരിങ്ങനെ ഓപ്പോസിറ്റ് നിന്ന് ഇത് ചെയ്യുന്നില്ലേ, ഏത് നമ്മുടെ മറ്റേ പയ്യന്മാർ കുറച്ചുപേരെ ഇവന്മാര് മറ്റേ അമ്പലക്കുളത്ത് വെച്ചിട്ട് കാണുന്നില്ലേ? അപ്പൊ ഞാൻ പടം കണ്ടോണ്ടിരുന്നപ്പോ ഈ പ്രേതം വന്നതിന് ശേഷം ഇവൾ എന്തിന് ഇവന്റോടൊപ്പം ചേർന്നു ചോദിക്കാമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അത് പിന്നീട് മനസ്സിലാക്കുന്നത് മ്യൂസിക് ഒന്ന് ടേസ്റ്റ് വെച്ചിട്ടാണ്. പിന്നെ മറ്റേ തുടക്കം കണ്ടോണ്ടിരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞത് എടാ ഇത് മറ്റേ സ്ഥിരം മറ്റേ ക്ലീഷ സാധനത്തിലേക്ക് പോവാ, അതായത് മരണത്തിന് കാരണക്കാരായ പിള്ളേരാണ്. കാരണം ഇവന്മാർ ആദ്യം കാണിക്കും പോലെ ഇവന്മാർ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇവന്മാരെ എന്തിനാ ഇടയ്ക്ക് പിന്നെയും കാണിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ഇടയ്ക്ക് ആ ഫൈറ്റ് വരുമല്ലോ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവക്ക് ഓരോ മൊമെൻറ്റ് സംഭവിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇവിടെ ചിലപ്പോൾ ഇവക്ക് ചിന്ത വരുന്നത് ഞാൻ എങ്ങനെ മരിച്ചു എന്നാണ് അറിയേണ്ടത്. പക്ഷെ പുള്ളി ഇവരുടെയൊക്കെ പടങ്ങളിൽ സ്ഥിരമുള്ള പോലെ ഇങ്ങനെയുള്ള എലമെന്റ് വന്നിട്ട് അത് ഹ്യൂമറിലേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ വിചാരിച്ച ആ ലൈനിലാണെങ്കിൽ നമ്മൾ പ്ലോട്ട് പ്രതീക്ഷിക്കുമ്പോൾ അവിടെ ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്കത് അത് കുറച്ച് പഴഞ്ഞ പരിപാടിയല്ല, വേണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് അതൊക്കെ ഒന്നും പിടിക്കാതെ അങ്ങ് പോവുക, അതൊക്കെ തട്ടിവിട്ട അടുത്ത വഴിക്ക് പോകുക, അത് രസമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 2 ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടാവും. ഇത് ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനെ പഴഞ്ചൻ രീതിയിലുള്ളൊരു പടം എന്ന് കാണുന്നവരുണ്ട്, അല്ലാതെ ക്ലാസിക് സിനിമ, അതായത് ക്ലാസിക് ഫിലിം മേക്കിംഗ് ആയിട്ട്. അതായത് വളരെ സിമ്പിളാണ്. ഇപ്പം 3 പേരും സംസാരിക്കണം, 3 ഷോട്ട്, ഒരു മിഡ്, ഇത്രയും ഇതിൽ കവറേജ് ചെയ്ത് അടുത്ത സീനിലേക്ക് പോകുക എന്നുള്ള ലൈൻ. പിന്നെ ആക്ച്വലി മ്യൂസിക് ചെയ്തത് ജസ്റ്റിൻ പ്രഭാകരനാണ്. പടത്തിൽ പാട്ടുകൾ ചെയ്യുന്നത് അതെല്ലാം ഈ പടത്തിൻ്റെ മൂഡിൽ ഇങ്ങനെ പോകുന്ന പാട്ടുകളായിരുന്നു. അങ്ങനെ ഭയങ്കര സ്റ്റാൻഡ് ലോൺ സോങ്സ് പോലത്തെ സാധനങ്ങളല്ല, പടത്തിൻ്റെ മൂഡിലാണ് എല്ലാ പാട്ടും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് സ്റ്റാർട്ടിങ്ങിലെ സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ ആ ഇൻട്രോ സോങ് ഉണ്ടല്ലോ, ടൈറ്റിൽ സോങ്, അത് രസമായിട്ട്. പഴയ പാട്ടല്ലായിരുന്നു? പഴയ പാട്ടല്ല, അത് മറ്റേ പടം തുടങ്ങുന്ന സമയത്ത്. അതല്ല ഞാൻ പറഞ്ഞു ടൈറ്റിൽ സോങ് എന്ന് ഉദ്ദേശിച്ച ടൈറ്റിൽ സോങ് ഉണ്ട് പടത്തിൽ, ക്രെഡിറ്റ്സ് എഴുതി കഴിഞ്ഞ സമയത്ത്. അത് ക്രെഡിറ്റ്സ് ഒക്കെ കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നു. കുറേ നേരത്തെ ഉണ്ട്. അങ്ങനെ പാട്ട് ഇടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇടയ്ക്ക് ഒരു സീക്വൻസ് ഒക്കെ വന്നല്ലേ. പക്ഷേ പടം തുടങ്ങുന്നത് ഈ അടുത്തിടയ്ക്ക് കുറച്ചധികം പടങ്ങൾ ഗംഭീരമായിട്ട് തുടങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. അതായത് പടം എഴുതി തുടങ്ങുന്നത് ഭയങ്കര രസമായിട്ടാണ്. അതിനകത്തുള്ള ഡയറക്ഷൻ ആണെങ്കിലും ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്. ജനാർദ്ദൻ ചേട്ടനെ കുറച്ചധികം കാലത്തിന് ശേഷം ഒരു രസമുള്ളൊരു റോളിൽ കണ്ടു. ഹൃദയപുരത്തിലുണ്ട്, പക്ഷെ അത് ഭയങ്കര ചെറിയ ഇതായിരുന്നു. അതിലും കുറച്ചുകൂടെ ആക്റ്റീവാണ് ഇതിനകത്ത്. ആ പുള്ളിയുടെ റോളിനും 1-2 ക്വേർക്സ് കൊടുത്തിട്ടുണ്ട്. അതും രസമുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു. ഈ നമ്പൂതിരി തറവാട്ടിലൊരു പ്രേതം വരുന്ന ലൈൻ, അത് എന്നാ അതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ അച്ഛൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഇവരെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ വലിയ ഇതാണല്ലോ, ബാധ ഒഴിപ്പിക്കുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ ഈ നമ്പൂരിയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ഇത് മനസ്സിലാകും. പുള്ളി അപ്പോൾ ഇവരുടെ വീട്ടിലൊരു പ്രതിഷ്ഠയാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ചിന്തിക്കുകയല്ലേ, വെറുതെ പക്ഷേ കുറച്ചേ മനസ്സിലായി ചിന്തിക്കേണ്ട അഖിൽ സത്യൻ്റെ സിനിമയാണ്, അല്ലെങ്കിൽ സത്യനന്ദിക്കാട് സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള പടമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. അവർ അത്രയും ഡീപ്പായിട്ട് പോകില്ല, ലൈറ്റർ വേർഷൻ നമ്മൾ കാണാൻ പോകും. ഈ എലമെന്റ്സ് തന്നെ പല ഡയറക്ടേഴ്സിന്റെ കൈ കിട്ടിയാൽ പല പടങ്ങളാവും. അതിന്റെ ഒരു ഇതാണ്. അപ്പം ഇതിപ്പം പുള്ളിയുടെ എത്തിയാൽ എന്ത് പടമാവും, എല്ലാത്തിനും ഭയങ്കര ലൈറ്റ് ഹാർട്ട്. ഇവർക്ക് എല്ലാവർക്കും എനിക്ക് പടം കണ്ടുകൊണ്ട് മനസ്സ് നിറയുന്ന പരിപാടിയില്ല. അതെനിക്ക് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതാണ് ബേസിക്കലി ഒരു ലൈറ്റ് ഹ്യൂമർ. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ നിവിൻ പോളിയെ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എപ്പോഴും നിവിൻ പോളി ഇതാണ് എനിക്ക് പുള്ളിയുടെ എനിക്കിഷ്ടം. എനിക്ക് വേറെ വന്ന് എന്ത് പരിപാടി ചെയ്താലും എനിക്ക് ഭയങ്കര ഇതിനകത്ത് 95% ഒരു ഇച്ചിരിയുടെ എനർജി. ചില ഏതൊക്കെയോ ഇതിനു മുമ്പത്തെ മറ്റേ ഇവര് ഇതിനകത്ത് റെഫർ ചെയ്യുന്ന മറ്റേ കാറ്റിന് നല്ല കുളിരുണ്ടല്ലോ, ആ സാധനം ഇവർ റെഫർ ചെയ്യില്ല. അതെനിക്ക് അന്ന് തിയേറ്റർ ഇഷ്ടപ്പെടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് മറ്റുള്ളവർക്ക് അത് ചളിയായിട്ട് തോന്നുന്നു എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് വടക്കൻ സെൽഫി അപ്പം ആ നിവിൻ പോളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചധികം എനർജി. ആക്ച്വലി പുള്ളിയുടെ മീറ്ററാണ്, പുള്ളിയെ ഒരല്പം കൂടെ താഴത്ത് പിടിച്ചിരിക്കുകയാണ് ഈ സാധനം. അതായത് സീരിയസ് ക്യാരക്ടറാണ്. ഒരു ബാർ താഴെയാണ് ഇതിലെ നിവിൻ പോളി, പക്ഷെ സ്റ്റിൽ അത് ഭയങ്കര രസമാണ്. അതെ, രസമുള്ള സംഭവം. ഈ കുറേ പോയിന്റ്സ് ഉണ്ട് ഇവരുടെ മീറ്റിംഗ്, അതെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. ഇവർ രണ്ടുപേരും ഞെട്ടുന്നതും. അതെ, അതായത് യൂഷ്വലി പ്രേതം ഞെട്ടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. പ്രേതം പേടിക്കുകയാണ് ഇവരെ കണ്ട്. ഇത്രയ്ക്ക് പ്രേതം. അതെ, ആ ഡയലോഗ് വരെ ഉണ്ട്, ഇത്ര ധൈര്യശാലിയായ ഒരു പ്രേതം. അതെ, അപ്പം അതൊക്കെ നമ്മൾ ഇത് രസമുള്ള സിറ്റുവേഷൻ ആണല്ലോ. അപ്പം എനിക്ക് ആ സംഭവങ്ങൾ കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. അവിടെ നല്ല ഫണ്ടുണ്ട്. അതല്ലാത്ത ഈ ബാക്കി പരിപാടികളൊക്കെ ഓക്കെ എന്നുള്ള സംഭവം. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇപ്പം നമ്മൾ സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വം കണ്ടപ്പോഴും തോന്നിയത് പുള്ളിയുടെ കുറച്ച് പഴയകാല സിനിമ ഉണ്ടല്ലോ, അതിൽ ഉള്ളൊരു ഒരു തിക്നെസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ പടങ്ങൾക്ക് അത്രയില്ല. ഇപ്പോൾ കുറേ കൂടെ ലൈറ്റാണ്, നമ്മൾ കണ്ട് മറക്കുക എന്നുള്ളൊരു ലൈനുണ്ട്. കാണുന്ന അത്ര എന്തെങ്കിലും സന്തോഷമാണ്. പക്ഷേ പഴയ പടങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങളാണ് കുറച്ച് കൂടുതലുള്ളത്, കുറച്ചുകൂടെ ആഴത്തിലുള്ള. എനിക്ക് ഈ പടം പിന്നെയും മൾട്ടിപ്പിൾ വാച്ച് ചെയ്യാൻ പറ്റുന്ന പടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ആ ഒരു പോയിന്റ് വരെ ആ ഇമോഷണൽ ആവുന്ന വരെ ഞാൻ ഈ സിനിമ പിന്നെയും കാണാം, ഞാൻ റെഡിയാണ്. കാര്യം എനിക്കത് രസമാണ്. എനിക്ക് ഇവരുടെ ആ സെറ്റപ്പ്, ആ ഒരു ഫുൾ സെറ്റിങ്, അതായത് ആ ഒരു ഇവരുടെ തറവാട് അല്ലെങ്കിൽ ആ നാട്, അങ്ങനത്തെ കുറച്ച് എലമെൻറ്റുകളൊക്കെ എനിക്കൊരു മൂഡ്, ആ അമ്പലക്കുളം, അതൊക്കെ വളരെ കുറച്ച് നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊക്കെ എവിടെയോ ഒരു രസമുള്ള ഫീൽ തോന്നും. ഈ കാസ്റ്റിങ്ങിൻ്റെ ഒരു വലിയ മാറ്റവും അതിന് കാരണമായി. പഴയ സത്യനന്ദിക്കാടിൻ്റെ പടത്തിലുള്ള ഒരു കാസ്റ്റ് ഇല്ലേ, ഇപ്പം ഇതിനകത്ത് തന്നെ ഇപ്പം നിവിൻ പോളി അച്ഛനായിട്ടൊരു മേജർ പ്ലോട്ട് പോയിന്റ് ആണ്. പക്ഷേ അത് അച്ഛൻ ക്യാരക്ടർ പുള്ളി ഡീസൻ്റായിട്ട് ചെയ്തെങ്കിലും നമുക്ക് ആ പ്ലോട്ട് പോയിന്റ് അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല. അതിൻ്റെ അതൊക്കെ നമുക്ക് എനിക്ക് ബേസിക്കലി അതൊക്കെ കുറച്ച് നോർമൽ ജനറിക് ആയത്
ഇതുകൊണ്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് കാരണം ഒരു പ്ലോട്ട് പോയിന്റ് വെച്ചിട്ട് അത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പം നമുക്കത് കുറച്ചുകൂടെ അത് കാരണം ജനറിക് എലമെൻറ്റ്സ് വെച്ചിട്ടില്ല, ഈ പട്ടി വെച്ചിട്ടാണ് അത് പറയുന്നത്. ഇപ്പം അമ്മയുടെ കേസ് ആ സാധനമൊക്കെ വരത്തില്ല. ആ സാധനമൊക്കെ വളരെ സിമ്പിളായിട്ട് നിംബോളുടെ ഫേസിലിട്ട് ക്യാമറ വെച്ചിട്ട് അത് മൊത്തം കഥ അങ്ങ് പറഞ്ഞു എന്നുള്ള ലൈനാണല്ലോ. ഈ ഫ്ലാഷ് ബാക്കിൽ പോയിട്ട് അമ്മ കിടക്കുന്ന അങ്ങനത്തെ സാധനമൊന്നുമില്ല, ഒന്നും കാണിക്കത്തില്ല, ബാക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഷോട്ടിൽ പുള്ളി പറയാണ്. ഈ റൈറ്റിങ്ങിൽ കുറച്ചെങ്കിലും അത് രസമായിട്ട് തോന്നി. മറ്റേ നിംബോളി എനിക്ക് പുറത്തു പോകാൻ ഒരു 200 രൂപ വേണമെന്ന് പറയുമ്പോൾ ആ സീൻ രസമാണ്. പക്ഷെ എനിക്ക് തോന്നി ആ അച്ഛൻ ക്യാരക്ടർ കുറച്ചുകൂടെ ഇപ്പോൾ പണ്ട് തിലകനോ വേറൊരു കാസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കൊരു കാലഘട്ടത്തിൽ ആ റീപ്ലേസ് ചെയ്യാൻ. പക്ഷേ ഇതിനകത്ത് അച്ഛൻ ഇപ്പം ഡിഡ് ദ ജോബ് എന്ന് പറയാം, ബട്ട് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഹൃദയപൂർവ്വത്തിൽ എനിക്കങ്ങനെ തോന്നിയത് എന്തൊക്കെയോ കുറച്ച് മിസ്സിങ്. പക്ഷേ പടം നല്ലതാണ്, പക്ഷേ നമുക്കറിയത്തില്ല, പക്ഷെ എന്തൊക്കെ അങ്ങനെ തോന്നും. അപ്പോൾ അത് എന്തൊക്കെ മിസ്സിംഗ് ആണെന്ന് അറിയാൻ പിന്നെ നീയൊക്കെ പറയണേ എന്ന് ചോദിക്കും, അത് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ താഴെ ഒരു കുറ്റം പറയാനായിട്ട് ഓരോരുത്തന്മാര് അതാ നമ്മളിങ്ങനെ നമുക്ക് തോന്നുന്നത് പറയുമ്പോൾ അത് കുറ്റമോ അല്ലെങ്കിൽ പുകഴ്ത്തോ ഇത് രണ്ടും അല്ല, ഇത് ഇങ്ങനെ തോന്നി. അതെ, ഇങ്ങനെ തോന്നി, അത് നമ്മുടെ തോന്നലാവാം ചിലപ്പം, അല്ലേ? അതെ, നമ്മുടെ അറിവ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പം നമ്മുടെ അറിവെന്ന് പറയുന്നത് ചെറുതായിരിക്കും, ക്ഷമിക്കുക. അതിന് എൻ്റെ അറിവൊക്കെ വലിയ അറിവുള്ളതാ, പെരിയ അറിവാളി അല്ലേ, അറിവാളി. ഇതിനകത്ത് ഇമ്മ ലൈറ്റ് ഹാർട്ടഡ് പടമാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് രസകരമായ സാധനങ്ങൾ ഒരു ഫിൽം മേക്കർ ഇംപ്ലിമെൻ്റ് അല്ലെങ്കിൽ മറ്റേ ഈ മായ എന്ന ക്യാരക്ടറും ഡെലൂലു ആ സംഭവം ഒരു ഡെല്യൂഷനാണ് അവൾ ഫുൾ ടൈം എന്നുള്ള സംഭവം അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇവളെ ഫസ്റ്റ് കാണുന്ന തന്നെ റിഫ്ലക്ഷനില്ല, കണ്ണാടിയില്ല. അതേപോലെ തന്നെയാണ് ഇവളുടെ വീട്ടിൽ ഇവള് അപ്പോഴും ഈ പറയുന്ന റിഫ്ലക്ഷനിലാണ്. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ അത് ഡെലിബറേറ്റ് ആണെന്ന് തോന്നി. അങ്ങനെ ഒരു അബദ്ധവശ പറ്റിയൊന്നുമല്ല. അവിടെയൊക്കെ ഒരു ചെറിയ ഷോട്ട് വെക്കാം എന്നുള്ള എടുക്കണമല്ലോ. വേറെ ഒരുപാട് നമ്മുടെ പുറത്തുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്. അതായത് മോൺസ്റ്റേഴ്സിൻ്റെ മനസ്സിലിരിപ്പ് നമ്മളൊന്ന് അറിയണമല്ലോ. അവരെ തള്ളി വെക്കേണ്ട ആളുകളല്ല. ആ പുള്ളിയുടെ എന്തായിരുന്നു, ഉള്ളറിഞ്ഞാൽ അവരൊക്കെ പാവപ്പെട്ട മനുഷ്യരാണ് എന്ന ലൈനിൽ പടം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തോന്നി പ്രേതങ്ങൾ അങ്ങനെ നമ്മൾ തള്ളി പറയേണ്ട ആളുകളല്ല, പ്രേതങ്ങൾ അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചോര ഓടിക്കാൻ പറ്റുന്നവരാണെന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ മാറ്റി വെക്കണം. അവരും മനുഷ്യരായിരുന്നു. അതെ, അവരും ആക്ച്വലി അതില് നമ്മുടെ ചെറിയൊരു 3 ടൈപ്പ് ഓഫ് ഒന്നും അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളിതാ ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഓഹോ അങ്ങനെ സംഭവം ഉണ്ടല്ലേ എന്നാൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് സഞ്ചരിക്കും. നമുക്ക് അതും വേണം, അതിനെപ്പറ്റി അറിയണമല്ലോ എന്ന് തോന്നുന്നു. ഇത് ലൈറ്റ് ഹാർട്ടഡ് സാധനം. ഓക്കെ, നമ്മളിതെല്ലാം അറിയാൻ ശ്രമിക്കുന്നത് ഇവരുടെ പടത്തിലാണ്. അപ്പോൾ അത് അത്രയും ഡീപ്പായിട്ട് അവർ പോകാത്തതുകൊണ്ട് നമുക്കത് പടത്തിനത് ആവശ്യമില്ല, ഈ പടത്തിന് അത് ആവശ്യമില്ല. ഈ പടത്തിൻ്റെ മൂഡിന് ഇതാണ് നല്ലത്. ഇങ്ങനൊരു ഡയറക്ടറോ ഉണ്ടാവണം. അതായത് ഇത്രയും വലിയ നമുക്ക് എപ്പോഴും തോക്കും പെടിയും പടക്കവും മറ്റേ പടത്തിൽ പറയുന്ന പോലെ അവസാനം വില്ലനെ കൊന്നാലേ പടം തീർക്കാൻ പറ്റുമെന്ന് പറയുന്ന ലൈൻ പരിപാടി അല്ലാതെ. അതായത് ഇത് ഈ വലിയ എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് രസകരമായി കണ്ട് ചിരിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റിയ ഒരു നല്ല സിനിമ. അങ്ങനത്തെ ആൾക്കാർ വേണം നമുക്ക്. അതെ, സത്യനന്ദി കടയാണി ഇനിയിപ്പം രണ്ടുപേരും ഈ ലൈൻ പടം. അതെ, അപ്പോൾ അനൂപ് സത്യൻ ആക്ച്വലി വരണാംശം ഉണ്ടതിന് ശേഷം പിന്നെ പടം എടുത്തിട്ടില്ല വേറെ. ഇദ്ദേഹത്തിൻ്റെ 2ാം പടം, അഖിൽ സത്യൻ്റെ 2ാം സിനിമയത്. പുള്ളി പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മറ്റേ ഹൃദയപൂർവ്വത്തിലും ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അഖിൽ സത്യൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള. ഈ സെക്കൻഡ് ഹാഫ് നായിക കാണിക്കുമ്പോഴത്തേക്കും നായിക അതും ഈ ക്ലിഷേ സിറ്റുവേഷൻ ആണ്. അതായത് നായിക ആദ്യം കാണുമ്പോൾ നായക ഒരു ബ്രേക്കപ്പ് വഴി നിൽക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പ്രൊഫഷണലിസം ആയതുകൊണ്ട് വന്ന ആളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ഡിന്നറിന് കൊണ്ടുപോകുന്നു. എനിക്ക് ആ സീൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ പടം ആ സീനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്ക് ഏതെങ്കിലും കൊറിയൻ റോം കോമിൽ നിന്ന്, കാരണം കൊറിയൻ റോം കോമിൻ്റെ അതായത് അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് കൊറിയൻ റോം കോം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കൊറിയൻ റോം കോമിൽ തന്നെ ഈ എലമെന്റ്, ഈ സൂപ്പർ നാച്ചുറൽ എലമെന്റിനെ കൊണ്ടുവന്നിട്ടുള്ള പടങ്ങളുണ്ടോ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴും അവിടെ ഇത് തന്നെ ഈ പ്രേതം ഭയങ്കര ഭീകര ഇതല്ല, ഈ റൊമാൻസ് ആണ് അവരുടെ. അല്ല, അവിടെ ഈ പറയുന്ന ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഒരു സീൻ കോമഡി ആണെങ്കിൽ അടുത്ത സീൻ വേണമെങ്കിൽ ഇമോഷണൽ ആവാം. ഇങ്ങനെ ട്രാൻസിഷൻ, ഇംഗ്ലീഷിൽ പറയുന്നല്ലോ, ഈ ട്രാൻസിഷൻ ആവശ്യമില്ല അത്ര സ്മൂത്ത് ആയിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ അങ്ങനെയൊക്കെ എല്ലാം കാണിക്കാം. അപ്പോൾ ആ ലൈൻ എനിക്കും തോന്നിയായിരുന്നു. എനിക്ക് കണ്ടോണ്ട് തോന്നിയാണ് ഈ പടത്തിൻ്റെ ഈ 1 ലൈൻ, ആ മെയിൻ ആ കോർ ഐഡിയ എലമെന്റ് ഒരു കൊറിയൻ സീരീസോ സിനിമയോ എന്തെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ അറിയില്ല. എനിക്ക് തോന്നില്ല. കാര്യം നമുക്കത് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവും അവിടെ ഇത് രസമുള്ള, നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം നമ്മളിപ്പോൾ യൂഷ്വലി ഇപ്പോൾ കൊറിയൻ സീരീസുകളിലൊക്കെ ഒരുപാട് കാണുന്ന സാധനമാണ് ഈ 2 പാരലൽ യൂണിവേഴ്സിലുള്ള ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടുന്നു, 2 ടൈമിലുള്ളവർ തമ്മിൽ കണ്ടുമുട്ടുന്നു, അങ്ങനെ സാധനങ്ങൾ. അപ്പോൾ ഇനി ഏത് സിറ്റുവേഷൻ ഉണ്ട് നടക്കുന്നവർ. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ബേസിക്കലി കണ്ടുമുട്ടുന്നത് നായകനും ഒരു മരിച്ചുപോയ പ്രേതവും തമ്മിലാണ്. പ്രേതം എന്ന് വിളിക്കരുത് എന്ന് പറയുന്നുണ്ട് എപ്പോഴും. അപ്പോൾ പ്രേതത്തിന് ആക്ച്വലി പേരറിയില്ല, പ്രേതത്തിന് എവിടെ നിന്നാണ് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല, വെറും പാവപ്പെട്ട ഡ്രസ് ഓർഡർ ചെയ്യുന്ന ഒരു പ്രേതം. അതെ, അതായത്
മൈക്കയിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന പ്രേതം, ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്ന പ്രേതം, ഡ്രസ്സ് മേടിക്കാൻ വരുന്ന ഒരു ഡയറക്ടർ. പിന്നെ നമ്മുടെ ആക്ച്വലി പടത്തിൽ രണ്ട് മൂന്ന് ക്യാമിയോ അപ്പിയറൻസ്. ഒന്ന് അൽത്താഫ് സലീമാണ്, ഈ മൈക്ക, അതായത് നമ്മുടെ ഡെലിവറി ബോയ് ആയിട്ട് വരുന്നുണ്ട് പുള്ളി. അത് പുള്ളി വന്നിട്ട് പുള്ളിയായിട്ട് തന്നെ രസമുള്ള സീനായിട്ട് പോകുന്നു. പക്ഷേ പടത്തിൽ ഭയങ്കര രസമായിട്ട് തോന്നിയ ക്യാമിയോ അൽഫോൺസ് പുത്രനാണ്. ഒറ്റ സീനേ ഉള്ളൂ പടത്തിൽ. അത് നല്ല രസമുള്ള ഇൻട്രോ ആയിരുന്നു. അതെ, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫേസിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ഇത് പുള്ളി ആക്ച്വലി മറ്റേ സോഡാ ബാബു വൈബ് ഉണ്ടായിരുന്നു മറ്റേ ഇതില്, ഇത് നമ്മുടെ ബൾട്ടിയിൽ. അപ്പൊ അതില് പുള്ളിക്ക് ഇടയ്ക്ക് കുറച്ച് ഇത് വരും, അൽഫോൺസ് പുത്രനും വരും. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ബിലീവബിൾ ഡോക്ടറാണ്. അത് പുള്ളിയുടെ ഡയലോഗ്സ് അത്യാവശ്യം വളരെ കുറച്ച് റോളുകൾ മാത്രമേ എനിക്ക് മറ്റേ ഒരു ഈ മറ്റേ മ്യൂസിക് ഡയറക്ടർ ഹിന്ദി അതൊക്കെ പാസ്സാണ്. നമ്മളത് നോട്ടീസ് ചെയ്യാത്തില്ല. പടം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന ആളൊന്നും അല്ലത്. ഇത് ഗംഭീരം, ഇത് തന്നെ മതി. നിങ്ങളെ ഞങ്ങൾ ബോംബെയിലേക്ക് ക്ഷണിക്കുന്നു. ആക്ച്വലി ആ സീനെ കണ്ടുകൊണ്ടപ്പോൾ ഞാനിങ്ങനെ പറയുന്നത്, നമ്മുടെ ഫ്രണ്ട് ഉണ്ട് മ്യൂസീഷ്യനാണ്. അപ്പം ഞാൻ പറയുന്നത് അവനെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അവനത് കേട്ട് പറയും വായിക്കുന്ന മൊത്തം തെറ്റാണെന്നൊക്കെ പറയുന്നത്. അത് ത്രൂ ഔട്ട് ഉണ്ട്. ലാസ്റ്റ് ആണെങ്കിൽ മറ്റേ ഇതിൽ എന്ത് ചെല്ലോ എന്ന് തോന്നുന്നു, ഇതിൽ ഇങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നൊക്കെ കാണാം. അതെപ്പോഴും നമ്മൾ സിനിമയെ കാണുമ്പോൾ അത് അത്രയും ഡീപ്പായിട്ട് പോകണ്ടെന്നുള്ള ലൈനാണ്. അത് അവർക്കറിയാമല്ലോ. അതിലത്രയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് അവരുടെ ഇതെന്ന് തോന്നുന്നു. അതിപ്പം ഗിറ്റാർ വായിക്കുന്നതൊക്കെ ശരിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. ഇപ്പം നമ്മുടെ ഒരു മ്യൂസീഷ്യൻ ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറയായിരുന്നു അവനെ കൂടെ കൊണ്ട് പടം വന്ന് കാണിച്ചിരുന്ന ചിലപ്പോൾ കണ്ടിട്ട് പറയുമായിരിക്കും. ക്ലോസപ്പ് വെക്കുമ്പോൾ കറക്റ്റ് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ ചെയ്തുള്ളൂ. ബാക്കി എല്ലാത്തിലും ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കാത്ത രീതിയിലുള്ളൊരു ഇതൊക്കെ ഇത്രയും മതി ലൈൻ. അതെ, കാരണം അതിലല്ലോ അതിപ്പം കുളത്തിലെന്ന് പറഞ്ഞാലും പടത്തിനെ പ്രത്യേകിച്ച് അത് ബാധിക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതൊന്നും വേണം. നമ്മൾ പടത്തിൻ്റെ മെയിൻ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാന്നുള്ള സംഭവമാണ്. പിന്നെ ആക്ച്വലി പ്രിയ വാര്യരുടെ ഒരു ക്യാമിയോ ഉണ്ട്, അത് നല്ല രസമാണ്. അതെ, അതാണ് ഈ പറയുന്ന പോലെ പ്രിയ വാര്യരുടെ അതൊക്കെ രസമുള്ള സീനാണ്. നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ എന്നാലും നമ്മൾ രസിക്കും ആ സീൻ. ഇതാണ് സംഭവിക്കുന്നത്. അതെ, നമുക്ക് അത് തോന്നും. അതായത് നമുക്ക് ആ പോയിന്റിൽ അറിയാം, ഈ ഹ്യൂമർ നമുക്ക് മനസ്സിലായി, പക്ഷെ സ്റ്റിൽ അത് വർക്കാവും. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അതൊരു പ്രത്യേക ഇതാണ് നമുക്കറിയാം ഈ ഹ്യൂമർ നടക്കാൻ പോകുന്നത്, പക്ഷെ അത് രസമാണ്. അത് ഈ ആക്ടിംഗ് ഒക്കെ ഉണ്ട്. നിവിൻ പോളി ആയതുകൊണ്ട് നിവിൻ പോളിയുടെ ചെറിയ എക്സ്പ്രഷൻ മറ്റേ റിയാക്ഷനിലൊക്കെ അത് നമുക്ക് ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്യും. സോറി, കണക്ഷൻ വിട്ടു എന്ന് പറയുന്നത് പല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാം. പക്ഷേ അതിന്റെ ഡയലോഗ് കാര്യം ഇവിടെ ഓൾറെഡി പറയുന്നത്, ഞാൻ തൻ്റെ കൂടെ ഈ ബ്ലൂടൂത്ത് കണക്ട് ആയ പോയ പോലെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത്. അതിന്റെ ഒരു റീകോൾ പോലെയാണ് ഇവിടെ കണക്ഷൻ വിട്ടുപോയെന്നാണ് പറയുന്നത്. അതെ, യൂഷ്വലി പ്രയത്നം നമ്മൾ ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അതിന് പ്രയത്നം തന്നെ പറയുന്നത് കണക്ഷൻ വിട്ടുപോയി എന്ന് പറയുന്നത്. അല്ല, എല്ലാ കാര്യങ്ങളെയും പ്രസന്റ് ചെയ്യുന്നതിന്റെ കുറച്ച് ഡയലോഗ് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധനമൊക്കെ കുറച്ച് ഡയലോഗ് ഉണ്ടായിരുന്നു, അതുപോലത്തെ കുറച്ച് രസകരമായ ഡയലോഗ്. എനിക്കൊന്ന് പുള്ളിക്കാരത്തിയുടെ ഭാഷ്യത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കുറച്ച് വേറിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ്. പക്ഷേ പുള്ളിക്കാരി അത് പറയുന്നതെല്ലാം നമുക്ക് ഭയങ്കര രസമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നിന്ന് പോകുന്നുണ്ട്. അത് എനിക്ക് ആക്ച്വലി റിയാ ഷിബുവിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടുകൊണ്ട് ഈ ലൈവ് റെക്കോർഡിംഗും വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിന്റെ സാധനങ്ങൾ ഡബ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അത് കുറച്ച് എന്താ പുള്ളിക്കാരുടെ ആക്ടിങ് കൊള്ളത്തില്ലെന്ന് തോന്നിയത്. പക്ഷെ ഇത് ഡയറക്റ്റ് സൗണ്ടാണ്. അപ്പം നമ്മൾ ആ ആക്ടിങ് ഇതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ അതിങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നത്. ഞാനും ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഇത് പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നത്. നിവിൻ പോളിയായിട്ട് നല്ല കട്ടയ്ക്ക് അതിങ്ങനെ ഇവര് ഇങ്ങനെ ഓപ്പോസിറ്റ് ഭയങ്കര സബ്ഡ്യൂഡും പുള്ളിക്കാരത്തി കുറച്ച് അത് വർക്കാവും. എനിക്ക് കൂടെയൊക്കെ ഈ സെയിം വൈബ്. പക്ഷെ കൂടെയൊക്കെ കുറച്ചുകൂടെ പുഷ്ഡാണ്. പക്ഷെ രസമുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് മറ്റേ റൊമാൻറ്റിക് സീനിലാണ്, മറ്റേ കൊറിയൻ ബണ്ണും ചാറും. അതിനി പറയണമെന്നില്ല, ഒരു രസകരമായ ഒരു ചെറിയ ഫൺ മൊമെന്റ് ഉണ്ട്. ഈ ഡിന്നർ സീൻ ഇവര് നായകൻ കൂടി ഇരിക്കുന്നു. ആ സീനിൽ ആക്ച്വലി ഇവർ രണ്ടുപേരും ഇരിക്കുന്നു. അപ്പോൾ നായക കരയാണ്. അപ്പോൾ ഇവള് എന്തിനാണ് കരയുന്നത് എന്നുള്ളത് നായൻ അറിയത്തില്ല. അപ്പോൾ നായൻ്റെ അടുത്തിരുന്നെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഈ പ്രേതം ആക്ച്വലി റിയാഷിപ്പ് അടുത്തിരിപ്പുണ്ട്, പ്രേതം അടുത്തിരിപ്പുണ്ട്. അപ്പോൾ പ്രേതത്തിനോട് ഇങ്ങനെ ചോദിക്കും എന്താ ഇങ്ങനെ ചോദിക്കുന്നത്. കണ്ണുകൊണ്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇവള് മൊബൈൽ മെസ്സേജ് അയക്കുന്ന പ്രേതം ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് ഇവള് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ഞാൻ കണ്ടുകൊണ്ട് സേ സംതിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇമോഷണൽ. അതെ, ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും പറയുമെന്നുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട്. അങ്ങനെ ആ ലൈൻ സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പുള്ളി അടിക്കുന്ന ഡയലോഗ് ഭയങ്കര രസമാണ്. അത് പറയുന്നില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് രസമാണ്. അത് പടം കണ്ടവർക്ക് അറിയാൻ പറ്റും. അത് നല്ല ഒരുപാട് പാളാവുന്ന സാധനമാണ്. പക്ഷെ അത് ഭയങ്കര രസമാണ്. തിയേറ്ററിൽ വൻ ചിരിയായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചധികം ആൾക്കാർ ചിരി സസ്റ്റെയിൻ ചെയ്തു ആ സീനിൽ. കാരണം റെസ്പോൺസും ഫൈനായിരുന്നു അവളെ പെട്ടെന്ന് കേട്ടിട്ട്. അപ്പൊ അവരുടെ റൊമാൻസ് ഒക്കെ ഭയങ്കര പെട്ടെന്നായിരുന്നു. മറ്റേ പഴയ പോയി ഇവനെ കാണുന്നു, തിരിച്ച് അടുത്ത ദിവസം ഫ്ലൈറ്റിൽ തിരിച്ചു വരുന്നു. അല്ല, പക്ഷേ നായകൻ നേരത്തെ ബ്രേക്കപ്പ് ആയി. സാധനങ്ങൾ ഇപ്പൊ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. എന്തോ 8 മാസം മുമ്പ് അങ്ങനെ എന്തോ പറയുന്നത്. അതൊക്കെ അത് കഴിഞ്ഞു. അപ്പോഴും ആ ഒരു ബ്രേക്കപ്പിൽ നിന്ന് പുള്ളിക്കാരി കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ടില്ലല്ലോ. അപ്പം ജസ്റ്റ് അത് ഭയങ്കര സിമ്പിളാണ്. അവിടെ നിന്ന് വരുന്നു, ഇവരെ കാണുന്നു, അടുത്ത ദിവസം ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്ക് സെറ്റായി. അപ്പോൾ 2 ദിവസത്തെ പ്രണയമാണ്.
മറ്റേ സിനിമ പറഞ്ഞ വിനായകനെ പടത്തിൽ പറയുന്നതിലെ ഒരു ഇഷ്ടം തോന്നാൻ നമ്മൾ ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയമുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ സിനിമയിലല്ലേ ഉള്ളൂ റിയാലിറ്റി. ആ പടത്തിൽ അതുപോലെ കുറേ നല്ല രസകരമായ ഡയലോഗുകളുണ്ട്. ഞാനത് കേട്ടപ്പോൾ ഇങ്ങനെ ആസ്വദിച്ചു. ഞാൻ മറ്റേ സലിംകുമാർ വരെ ഉള്ളത് ഉദരനാഥിരിക്കുന്നവരെ ഇങ്ങനെ എന്താ പറയാ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഏറ്റവും സിംഗിൾസ് ആണ് ഏറ്റവും റൊമാൻറ്റിക് എന്ന് പറയുന്ന സംഭവം. അത് ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അങ്ങനെ കുറച്ചധികം പേരെ വല വീശുന്ന കുറച്ച് ഡയലോഗുകളുണ്ട് അതിനകത്ത്. എല്ലാവരും അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് കൊള്ളായിരുന്നു. അത് നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. ഇവിടെ കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തപ്പുന്ന ഒരു സീക്വൻസ് ഉണ്ട്, മറ്റേ ഓരോ റൂമിൽ കയറി. അതിൻ്റെ ഒരു എഡിറ്റിൻ്റെ ഒരു അതാണ് ഫസ്റ്റ് ടീസറായിട്ട് വന്നത്. എനിക്കത് അതിൻ്റെ എഡിറ്റ് രസമായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ജനാർദ്ദൻ പറയത്തില്ലേ, നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാൾ പോരെ, എനിക്ക് എന്നോട് നല്ല സ്നേഹമാണ് ഒരാളായല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടെ സത്യനന്ദിക്കാട് പടങ്ങൾ ഈ പറയുന്ന പോലെ മെസ്സേജിങ് പറയത്തില്ലേ, അതിനൊരു ഭയങ്കര ലൈറ്റ്നെസ് ഉണ്ട്. അത് പറയാൻ ഏൽപ്പിക്കുന്ന ക്യാരക്ടേഴ്സും കറക്റ്റ് ആളുകളാണ്. നമ്മൾ ജനാർദ്ദൻ പറയുമ്പോഴത്തേക്കും മറ്റേ ഒരു ക്രിഞ്ചിലേക്ക് അതാണ് ഇവർ പറയുന്നത്. അതായത് പഴയ ഈ ടൈപ്പ് ഓഫ് ഡയലോഗുകൾ പറയുന്ന ആൾക്കാർ ഒന്നും ഇപ്പം ഇല്ല. അതായത് പണ്ട് ഈ കേപ്പിസിലെടുത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ലൈൻ. അതായത് അവരത് പറയുമ്പോൾ നമുക്കത് എടുക്കാം. ഇപ്പോഴും കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ അത് എടുക്കും, അത് സ്വീകരിക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് ഇപ്പോഴും മറ്റേ പറയുന്ന മറ്റേ ഒരുപോലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇരുന്നുണ്ടാക്കിയ മനസ്സിലാക്കറിയില്ലേ. പക്ഷെ ആ ഡയലോഗ് പറയുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുന്നത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഇന്നസെന്റ് അവരൊക്കെ പറയുന്ന കുറേ. അതായത് സത്യനന്ദിക്കാട് സിനിമകളിൽ നമ്മൾ കണ്ട കുറച്ച് മെയിൻ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളായിരുന്ന ഇവർ എഴുതുമ്പോൾ തന്നെ ഈ ആക്ടേഴ്സിന്റെ മുഖവും അവർ ഡെലിവർ ചെയ്യാൻ പോകുന്ന ഒരു ധാരണയും വെച്ചിട്ട് ഡയലോഗിൻ്റെ മൊത്തത്തിലുള്ള ഇത് മാറും. അതായത് എഴുത്തിന്ന് പിന്നീട് ഇതുണ്ടാവില്ല, ഈ നീണ്ട ഡയലോഗ് പറഞ്ഞ് കരയിക്കുകയോ അല്ലെങ്കിൽ ചിരിപ്പിക്കുകയോന് പകരം ഇന്ന ആക്ടറാണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതി എന്നവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പം കുറച്ചധികം മിസ്സിങ് ആണെന്ന്. അതായിരിക്കും നേരത്തെ പറഞ്ഞ മിസ്സിങ്. അതെ. ഇവർക്കത് ഇത് പെർഫോം ചെയ്യാനുള്ള ആർട്ടിസ്റ്റ് ഇപ്പം കുറവാണ്. ഇപ്പം നമുക്കുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ അവർക്ക് പറ്റുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് പലർക്കും ഇങ്ങനൊരു പ്രശ്നം പറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ഈ പുതിയ തലമുറയിലെ ആക്ടേഴ്സിനെ നമ്മൾ അറിഞ്ഞു വരുന്നുണ്ട്. അവർക്ക് വേറെ ലൈൻ ഓഫ് കഴിവുകളായിരിക്കും. അതിലേക്ക് നമ്മൾ എഴുതുന്ന കഥയിലേക്ക് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലേക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം അവർ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നോ. പയ്യെ അടുത്ത പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ സെറ്റ് ആവുന്നു നമ്മളിൽ. പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ട് മറ്റേ രാജസേൻ്റെ ഒരു പടമുണ്ട്, കളർ സാരിയൊക്കെ കൊടുത്ത് പ്രേതം. മേഘസന്ദേശം. അതും ഈ പറയുന്ന പ്രേതത്തിനെ വേറെ ലൈനിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചാണ് പടമാണെന്ന് വേണേൽ പറയാം. അപ്പൊ ആ പടം ഇനിഷ്യലി നമ്മൾ കാണാത്ത പുട്ടും കടലക്കറിയും കഴിക്കുന്ന പ്രേതം അങ്ങനെയായിരുന്നു ഇത്. അതുപോലെ ഇതിലിപ്പം ഇടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഒരു പാട്ട് സീനിൽ അജു വർഗീസിന്റെ കൈ ഇങ്ങനെ പിടിച്ച് അജു വർഗീസ് പരിപ്പോടെ തന്നെ കൈ പിടിച്ചതാക്കുന്നത്. പരിപ്പോടല്ലേ തൊടുന്നത്, എന്നാലും ഒബ്ജക്റ്റ് ഒക്കെ ടച്ച് ചെയ്യാൻ സാധനം വെച്ചിട്ടായിരിക്കും. പക്ഷേ ആ സാധനമല്ല, ആ കാറ്റടിക്കുന്ന സാധനത്തിന് കുറെ കൂടെ പവർഫുൾ ഒരു എൻഡിങ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ആ മൊമെൻറ്റ് കാറ്റടിക്കുമ്പോഴത്തേക്കും ആ മൊമെൻ്റൊക്കെ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് ഈ ഫീൽ ഗുഡ് സംഭവം, ആ ഫീൽ ഗുഡ് ത്രൂ ഔട്ട് വന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ആ ഒരു അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചാൽ അവിടെ നിർത്തും, ആ ക്യാമറ ഇങ്ങനെ പയ്യെ ആകാശത്തേക്ക് പോകല്ലേ, അപ്പോൾ അവിടെ എഴുതി കാണിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ നിർത്താൻ മതിയായിരുന്നു, പിന്നെ ഒരു ഷോട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതെ, അങ്ങനെയൊക്കെ നിർത്തുന്ന പടങ്ങൾ പൊതുവെ അങ്ങനെയൊക്കെ നിർത്തുന്നതാണ്. ഹൃദയപൂർവ്വം അങ്ങനെ നിർത്തിയത് ഇവര് വരും, സംയുക്ത മേനോൻ അല്ല മീരാജ് വരും. അതും ഈ പറഞ്ഞ രണ്ട് ജമ്പ് അവിടെ. അതെ. എന്തായാലും പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇത് തന്നെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പോകുന്നത്, അത് കാണുന്നു, കിട്ടുന്നു, സന്തോഷിക്കുന്നു, ഹാപ്പി ആവുന്നു. പിന്നെ ഈ പറയുന്ന പോലെ സിനിമാ ലൈനിൽ എന്തെങ്കിലും ചർച്ചകൾ ചെയ്യണമെങ്കിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അത് വലിയ പ്രശ്നമായിരിക്കത്തില്ലായിരിക്കും. നമ്മളൊരു ഇതിൻ്റെ ഫിലിം മേക്കിങ്ങിനകത്ത് നമുക്ക് തോന്നിയ നമ്മൾ പ്രോസും കോൺസും രണ്ടും സംസാരിക്കണമല്ലോ. ഇപ്പം നമ്മൾ പ്രൈസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയല്ല, അല്ലെങ്കിൽ നമ്മളൊരു പടത്തിനെ റോസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയല്ല. നമുക്ക് വർക്കാവുന്ന കാര്യങ്ങളും വർക്കാവാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ. എനിക്ക് എപ്പോഴും പുള്ളിയുടെ പടം ഇറങ്ങുമ്പോൾ ഒരു കൗതുകമുണ്ട്, ഓഡിയൻസ് ഇതിനെ എങ്ങനെ എടുക്കും. ചിലർക്കത് കുറേ നാൾ കൂടി കിട്ടിയ നല്ല സിനിമ, എനിക്ക് ഇവരെല്ലാ വർഷവും ഒരു പടം എടുക്കണം. കാര്യം നമുക്കെപ്പോഴും നമ്മൾ ഈ കണ്ട കുറേ പടങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ടയർഡാവുമല്ലോ നമ്മളൊരു പോയിന്റിൽ. ആ ടയർഡാവുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ടൈപ്പ് പടമായത്. കാരണം ഇതിന് നമുക്ക് യാതൊരു വിധത്തിലുള്ള മനസ്സിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തരുന്നില്ല ഈ സിനിമ. നമുക്ക് മനസ്സിലൊരു സന്തോഷം തരുന്ന, കുളിർമഴ പെയ്യിക്കുന്ന ഒരു പടമാണ് ശരിക്കും. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പം ഹൃദയപൂർവ്വം കാണാൻ പോയപ്പോഴും എനിക്ക്
ആ ഫീലായിരുന്നു. അതായത് ഇത് എനിക്ക് രസമാണ്. ഞാൻ 2 വട്ടം ഹൃദയപൂർവ്വം തിയേറ്ററിൽ കണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് 2 വട്ടം ഞാൻ പടം മൊത്തം ഇരുന്ന് കണ്ടു. അപ്പോൾ എനിക്ക് പടത്തിന് ലെങ്ത് അന്ന് കുറച്ച് പ്രശ്നമായിരുന്നെങ്കിലും ഞാൻ 2 വട്ടം തിയേറ്ററിൽ കണ്ടു. അപ്പോൾ എനിക്കിത് കുറേ ഇഷ്ടമാണ്. ഈ അതിനകത്ത് ഇവർ രണ്ടുപേരും ലാലേട്ടനും നമ്മുടെ സംഗീതം തമ്മിലുള്ള കോമ്പിനേഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനത്. നമുക്ക് എവിടെയൊക്കെ കണ്ട ആളുകൾ അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നൊരു ഫീൽ ഉള്ള ടൈപ്പ് പടങ്ങളാണ് 334. ഓക്കെ താല്പര്യമില്ല എന്നാലും. അതെ അതെ. അല്ല ഇത് നേരത്തെ പറഞ്ഞ മടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈയിടെ നമ്മൾ കുറച്ച് ട്രെയിലർ റിയാക്ഷൻസ് ചെയ്തല്ലോ, അത് വന്നിട്ടില്ല. അതിനകത്ത് മറ്റേ രശ്മികയുടെ ഒരു പടത്തിനകത്ത് അതേ ടോണിലാണ് അപ്പുറത്ത് വിജയ് ദേവരകൊണ്ടയുടെ പടം. അവർ രണ്ടുപേരും രാവിലെ ഇറങ്ങുന്നത് പോലല്ല, തിരിച്ച് ചോരെ കുളിച്ച് വരും. അത് വരുന്നില്ല. അല്ല അതിപ്പം വന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് പോസ്റ്റേഴ്സ് വരുന്നത് മറ്റേ ഓപ്പൺ ഹൈമറും ഇത് ഇറങ്ങുമ്പോഴത്തേക്കുള്ള അതിന് രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണ് റിലീസ്. അവർ രണ്ടും വെച്ചിട്ട് പോസ്റ്റർ ഇറക്കുന്നത്. അതിപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആ ടൈപ്പ് പടങ്ങൾ കുറച്ച് അധികം ആയല്ലോ എന്ന് പറയാൻ. അതെ, അതായത് നമ്മൾ ഈ നായകൻ വരുന്നു, രക്തച്ചൊരിച്ചിൽ, കുറെ പേരെ കൊല്ലുന്നു, വെട്ടുന്നു, മറ്റേ പടക്കം, അങ്ങനത്തെ പടങ്ങളെല്ലാം കണ്ട് ഇപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടല്ലോ അങ്ങനത്തെ. ഈ മാസ് നമ്മുടെ നായകൻ്റെ ഓറ കാണാൻ വേണ്ടി പോയിട്ട് നമുക്ക് അത്രയും ഓറ കിട്ടാത്ത പടങ്ങളുണ്ടല്ലോ, കുറേ ആയിപ്പോയി കുറേ പടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ അങ്ങനെ കണ്ട് ടയർഡായി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഈ ആക്ഷൻ പടങ്ങൾ കുറച്ച് മടുത്തു. കാര്യം ഒന്നുകിൽ എനിക്ക് ആക്ഷൻ പടം ഫണ്ണായിരിക്കണം, അല്ലെങ്കിൽ ആക്ഷൻ വേറെ എന്തെങ്കിലും ചെയ്യണം. അത് തന്നെ, ഇല്ലെങ്കിൽ ആക്ഷനിൽ തന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ചെയ്യണം. ഇത് പടത്തിൽ എപ്പോഴും ഈ സ്ലോ മോഷനിൽ ഓരോരുത്തർ ഓടി വരുന്നു, നായൻ ഓരോരുത്തർ ഇടിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടുന്നു, തിയേറ്ററിൽ ആൾക്കാർ കൈയടിക്കുന്നു, ഫാൻസുകാർ കൈയടിക്കുന്നു. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ സൈലൻസ്. അങ്ങനത്തെ ഒരു സിനിമകളാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ശേഷം നമ്മൾ നമുക്ക് മനസ്സിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ലാതെ വളരെ സന്തോഷത്തോടെ ഭയങ്കര ഒരു വല്ലാത്തൊരു സന്തോഷത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണിത്. സോ അപ്പോൾ അങ്ങനത്തെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണിത്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ പറയൂ. അപ്പോൾ നമ്മളിനി മറ്റൊരു പടത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് അടുത്ത വർഷം കാണുന്നതായിരിക്കും. അതിൽ വേറെ ഈ വർഷം വേറെ പടമൊന്നുമില്ല. നമുക്കിനി അധികം മെയിൻ പടങ്ങളൊന്നും കാണാനില്ല. നമുക്ക് വൃഷഭയുടെ കാര്യമൊക്കെ നമുക്ക് അറിയത്തില്ല, നമ്മൾ ആലോചിക്കണം. അത് കാണണോ വേണ്ടതിനെ പറ്റി നമ്മൾ ആലോചിക്കാം. അത് കണ്ടാലും നമുക്കൊരു ഡിസ്കഷനുള്ള എന്താ പറയുക ത്രാണി ഉണ്ടാവുമോ എന്തോ. വൃഷഭ കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതെ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും പടങ്ങൾ കണ്ട് അതിനെ പറ്റി ഡിസ്കഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാമെങ്കിൽ നമ്മളൊരു ശ്രമം നടത്തി നോക്കുന്നതായിരിക്കും. അതെ, അതുപോലെ നമ്മുടെ ഈ വർഷം ഇനി ഇറങ്ങാനുള്ളത് ടോപ്പ്. അതെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളും അതെ, നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസും വളരെ മോശം തിയേറ്റർ എക്സ്പീരിയൻസും എന്ന സിനിമകളെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മളിനി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികൾ ഈ വർഷം വരുന്നുണ്ട്. ഈ വർഷം എൻഡിങ്ങിലേക്ക് എത്തും. അതെ, എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.